നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഹയർ സെക്കൻഡറി മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനിലെ 7A 7B രണ്ട് ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. 7Aയിൽ സ്പോർട്സ് ഇവന്റിൽ പങ്കെടുക്കുന്ന ചില പാർട്ടിസിപ്പന്റിന്റെ ഹൈറ്റ് ആണ് ഒരു ടേബിൾ രൂപത്തിൽ നൽകിയിട്ടുള്ളത്. കുട്ടികളുടെ പേരും അവരുടെ ഹൈറ്റും ആ ടേബിളിൽ നൽകിയിട്ടുണ്ട്. ആ ടേബിളിൽ നിന്നും ഏറ്റവും ഹൈയസ്റ്റ് ഹൈറ്റ് ഉള്ള കുട്ടി ഹൈയസ്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് കണ്ടെത്തണം. ഏറ്റവും കുറഞ്ഞ ഉയരം എത്രയാണെന്ന് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ തന്നിട്ടുള്ള കുട്ടികളുടെ ഹൈറ്റിന്റെ ആവറേജ് ശരാശരിയും കണ്ടെത്തണം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നിട്ടുള്ള വിവരങ്ങൾ അതേപോലെ സ്പ്രെഡ്ഷീറ്റിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് 3 ക്വസ്റ്റ്യനുകൾ എൻ്റർ ചെയ്യാം. ഇവിടെ G1, G2, G3 എന്നീ കോളങ്ങളിലായിട്ട് നമ്മൾ ഹൈയസ്റ്റ്, ലോവസ്റ്റ്, ആവറേജ് എന്നിങ്ങനെ ലേബലുകൾ ക്വസ്റ്റ്യൻ നൽകി അതിന്റെ തൊട്ടടുത്ത സെല്ലുകളായി ഹൈയസ്റ്റിനുള്ള ഫോർമുല എൻ്റർ ചെയ്യുക. ഹൈയസ്റ്റ് കണ്ടെത്താൻ വേണ്ടി ഈക്വൽ ടു മാക്സ് എന്ന് എൻ്റർ ചെയ്തതിനു ശേഷം അവിടെ ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഹൈറ്റ് നൽകിയിട്ടുള്ളത് B2 മുതൽ F2 വരെയുള്ള സെല്ലുകളിലാണ്. അപ്പോൾ B2 മുതൽ F2 വരെ സെലക്ട് ചെയ്താൽ അവിടെ B2 to F2 എന്ന് വരും. എൻ്റർ പ്രസ് ചെയ്യുക. ഇനി ലോവസ്റ്റ് റേഞ്ച് ഹൈറ്റ് കാണാൻ ഈക്വൽ ടു മിൻ ബ്രാക്കറ്റിൽ ആ റേഞ്ച് നമ്മൾ മുമ്പ് കണ്ടു B2 to F2 അല്ലെ. B2 മുതൽ F2 വരെ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 55 ആണ്. ഇനി ആവറേജ് കാണാൻ ഈക്വൽ ടു ആവറേജ് എൻ്റർ പ്രസ് ചെയ്യുക. റേഞ്ച് അഡ്രസ് നൽകുക. ഇവിടെ B2 to F2 വരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായി B2 to F2 എന്ന് റേഞ്ച് അഡ്രസ് വരും. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ആവറേജ് ഹൈറ്റ് നമ്മൾ കണ്ടെത്തി. അപ്പൊ ഈ രൂപത്തിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് 7A. ഇനി 7B എങ്ങനെയാ ചെയ്യുക എന്ന് കൂടി വിശദീകരിക്കാം. 7B ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നിട്ടുള്ള അഡ്രസ് A4 എന്ന സെല്ലിൽ അത് ഫുൾ A സെൽ കോൺകാറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ആ തന്നിട്ടുള്ള ഡാറ്റ അതിലേക്ക് ജോയിന്റ് ആയിട്ട് അതിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ സ്ക്രീനിൽ തന്ന ക്വസ്റ്റ്യൻ ഉള്ളത് പോലെ തന്നെ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നു. നെയിം, ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിമും ഡിസ്ട്രിക്റ്റും നമ്മൾ എൻ്റർ ചെയ്തു കഴിഞ്ഞു. എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ A4 എന്ന സെല്ലിലാണ് ഇതിന്റെ അഡ്രസ് മുഴുവനായിട്ട് വരേണ്ടത്. അപ്പൊ A4ൽ നമ്മൾ ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഇനി ആദ്യം ഓരോ കമ്പൈൻ ചെയ്യേണ്ട ഓരോ സെല്ലുകളായിട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ ആദ്യം A2 കോമ, ഇനി ഒരു സ്പേസ് നൽകണം. അതിനു വേണ്ടി ഡബിൾ കൊട്ടേഷൻ നൽകുക. അല്പ സ്പേസ് നൽകിയതിനു ശേഷം ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. പിന്നീട് കോമ നൽകി പിന്നീട് B2ൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ B2 സെൽ അഡ്രസ് അവിടെ വന്നു. കോമ, ഡബിൾ കൊട്ടേഷൻ, അല്പം സ്പേസ് നൽകുക. വീണ്ടും ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. കോമ, ദെൻ C2, ദെൻ കോമ, ഡബിൾ കൊട്ടേഷൻ, അല്പം സ്പേസ് നൽകുക. ദെൻ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. കോമ, ദെൻ D2. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഫോർമുല എങ്ങനെയാണ് എൻ്റർ ചെയ്തത്. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് A2 കോമ, ഡബിൾ കൊട്ടേഷൻ, അല്പം സ്പേസ് നൽകി ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. ഈ രൂപത്തിലാണ് നമ്മൾ ഫോർമുല നൽകേണ്ടത്. ജസ്റ്റ് എല്ലാ സെല്ലും സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ അഡ്രസ് മുഴുവനായിട്ടും ഇവിടെ കമ്പൈൻ ചെയ്തു വന്നതായി കാണാം. കോൺകാറ്റിന് ഉപയോഗിച്ചുകൊണ്ട് വിവിധ സെല്ലുകളിലെ സ്ട്രിങ്സ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ.